സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈന്തപ്പഴം അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 400 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക. ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക് മുറിച്ചിട്ടത് എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞതും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈന്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പം എല്ലാം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഈന്തപ്പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്, എന്നാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര പൊടിച്ച് ചേർക്കുന്നത്. ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതാണിപ്പോൾ. തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം. നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം മാറ്റാൻ. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം എടുക്കാൻ. എങ്കിൽ നമുക്കിത് കുറേ നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.